ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഷഡപടേന്നൊന്ന് റെഡി ആവാം. ആദ്യം തന്നെ ഈ പറഞ്ഞാൽ കേൾക്കാത്ത മുടിനെ ഒന്ന് സിറമൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒന്ന് കെട്ടി അങ്ങോട്ട് വെക്കാം. ഒരുങ്ങൽ പ്രക്രിയന്റെ 90% പണി കഴിഞ്ഞു കേട്ടോ. അതില് ഞാനിവിടെ ദാരിദ്ര്യം കാണിക്കല്ല കേട്ടോ. എനിക്ക് മോയ്സ്ചറൈസർ ആയാലും എന്തായാലും ഇങ്ങനെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യണ ഇഷ്ടമല്ല. ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ പുതിയത് വാങ്ങിയത് എന്റെ മുഖത്തിന് ഒട്ടും സൂട്ട് ആവണില്ല. വീണ്ടും പുതിയത് വാങ്ങുന്നത് വരെ ഞാൻ ഈ പഴയതിന്റെ ആത്മാവിനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്തു. പിന്നെ ലിപ്സ്റ്റിക്കിനെ നമ്മൾ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാതെ ബ്ലഷ് ആയിട്ടും ഇടക്കൊന്ന് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതും സെറ്റായി. ഇനി ഒരു ചെറിയൊരു ലിപ്സ്റ്റിക്കും കൂടി അങ്ങോട്ട് ഇട്ടാല് പണി കഴിഞ്ഞു. സോറി, ഒരു കമ്മലും കൂടി ഇട്ടാലോ? കുറേ ദിവസമായി സത്യം പറഞ്ഞാല് ഞാൻ കമ്മലിട്ടിട്ടോ. അതുകൊണ്ട് തന്നെ ഹോളൊക്കെ ചെറുതായിട്ട് അടഞ്ഞു വരുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ജ്വല്ലറീസ് ഒക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു മൂഡ് വരണം കേട്ടോ. ആ സാധനം വന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര കാലവും വേണമെങ്കിലും ഞാനിങ്ങനെ കമ്മലോ മാലോ ഒന്നും ഇടാതെ നടക്കും. പക്ഷെ ലിപ്സ്റ്റിക്കിന് അങ്ങനെ മൂഡിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് എപ്പോൾ വേണമെങ്കിലും ഇടാം. ഏതായാലും കമ്മല കഷ്ടപ്പെട്ട് കുത്തി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഭംഗി നോക്കുമ്പോഴാണ് മുഖത്ത് ആ വലിയൊരു കുരു പോയതിന്റെ മാർക്ക് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ കഷ്ടപ്പാടുകളെ. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒരു കൂളിംഗ് ഗ്ലാസും കൂടി അങ്ങോട്ട് വെക്കാം. മഴക്കാലമാണ് അത്ര. മഴക്കാലം ഭയങ്കര വെയിൽ തന്നെയാട്ടോ. അപ്പൊ പിന്നെ ആ പേര് നമുക്കൊരു കൂളിംഗ് ഗ്ലാസ്. അങ്ങനെ എന്തായാലും ഞാൻ ആ കാര്യം പറയാം. ഞാൻ വേറെ എങ്ങോട്ടല്ല ഒരുങ്ങി കെട്ടി പോണത്. മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ എങ്ങോട്ട് പോകാൻ പ്രത്യേകിച്ച് വേടമില്ലാത്തതിന്റെ കുഴപ്പമൊന്നുമല്ല. എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങണത് സ്വന്തമായിട്ട് അത് ഒറ്റക്ക് ഇങ്ങോട്ട് ഇറങ്ങണത് വലിയ താല്പര്യം കുറവാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ ആ സൈഡ് സീറ്റിൽ ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ എവിടെ വേണമെങ്കിലും പോകും. മക്കളെ ക്ലാസ് കഴിയാൻ ഒരു 10 മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ആ ടൈം നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് താത്താനൊക്കെ ഒന്ന് വിളിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങടെ ഇരിക്കാം. അങ്ങനെ അവരൊക്കെ പിക്ക് ചെയ്ത് വീട്ടിലെത്തിയിട്ടും ഇറങ്ങാനുള്ള ആ മടിയുണ്ടോ. രണ്ടാൾക്കും തീരെ വയ്യാത്ത പോലെ അങ്ങോട്ട് ഇരിക്കുകയാണ്. ഇറങ്ങാൻ പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ടേക്ക് ചൂടാവുകയാണ്. എന്തപ്പോ ചെയ്യാ. ഞങ്ങൾ വീടെത്തിയ അതേ ടൈമില് സുജി ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ നിന്ന്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ലിയോനായിട്ട് കളിക്കുകയായിരുന്നു. ലിയോക്ക് ടോട്ടോ ഇവിടെ ഇല്ലല്ലോ. അതിന്റെ ഒരു ചെറിയൊരു ഡിപ്രഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനൊന്നും മിണ്ടാതെ ഓരോ മൂലയിലൊക്കെ പോയി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആയത്. പിന്നെ അവൻ ഒന്നും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സുജി ഇന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് എത്തിയ സാധനമാണ് കേട്ടോ. ഒരു ഡെന്റൽ ഷൂ, ഈ ബ്രഷിന്റെ ടൈപ്പൊക്കെ ഉള്ള ഒരു സാധനം. അപ്പൊ അതും കൂടി ഒന്ന് കൊടുത്ത് ഓനൊന്ന് സന്തോഷിപ്പിച്ച് ഇരുത്തി. അപ്പൊ ശരി കേട്ടോ, ബൈ.